അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ്. വളരെ സാധാരണമായൊരു കാര്യമാണ്. ഇതൊരു തോരനാണ്. പക്ഷേ എപ്പോഴും നമ്മൾ പച്ചക്കറികളും കൊണ്ട് ധാരാളം തോരൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു തോരൻ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമാണ്, എന്നാൽ ഉണ്ടാക്കാൻ എളുപ്പം, രുചികരവുമാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 1/2 കിലോ തൊലിയോടുകൂടി തന്നെ വേവിച്ച് തൊലി മാറ്റി ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. സവാള 1 ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ. തേങ്ങ ചിരകിയത് 1/4 കപ്പ്. മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, പച്ചമുളക് 3-4, കായപ്പൊടി 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ തയ്യാറാക്കാം. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ താളിക്കാനാണ്. കടുക് താളിക്കുന്നു, അതിൻ്റെ കൂടെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെന്താ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജീരകം, പിന്നെ 1-2 കാര്യങ്ങൾ വഴറ്റാൻ. അത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആകും. ഈ വഴറ്റലിൻ്റെ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഈ എന്താ പറയുക, പ്രീ കുക്കിംഗ് ആണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെക്കാമെന്നുള്ളത്. പിന്നെ എണ്ണ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് തരം ഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അടുത്ത കാര്യം ജീരകം. നല്ല ജീരകമാണ്, സാധാരണ നമ്മൾ തോരനിലൊക്കെ ചേർക്കുന്ന ജീരകം തന്നെയാണ്. അതും 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇടുകയാണ്. എല്ലാം പൊട്ടുന്ന കാര്യങ്ങളാണ്, പൊട്ടിക്കോട്ടെ. പിന്നെ 2-3 കാര്യങ്ങൾ: കടലപ്പരിപ്പ് 1 ടീസ്പൂൺ. ഇനി ഉഴുന്നുപരിപ്പ്, ഇതെല്ലാം മൂക്കേണ്ട കാര്യങ്ങളാണ്, 1 ടീസ്പൂൺ. ഇനി നമ്മൾ വറ്റൽമുളക് 2-3-4. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. കളറൊക്കെ മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ചെറിയ ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. അപ്പോൾ വഴറ്റുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് തുടങ്ങി. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ. ഇനി പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഒരുപാട് ചെറുതാവണമെന്നില്ല, എന്നാൽ 2ആയിട്ട് നീളത്തിന് മുറിച്ചിട്ട് കൊച്ചായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ഒന്ന് വാരിയാൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക, സവാള അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞത്. ഇപ്പോൾ സവാളയൊക്കെ പാകത്തിന് വാടിക്കഴിഞ്ഞു. നല്ലൊരു മണമാണ് ഇപ്പോൾ ഇവിടെ, നല്ല എരിവുള്ളൊരു മണം. ശരിക്കും പറഞ്ഞാൽ ചുമയ്ക്കാൻ തോന്നുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വേവിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപ്പ് വേണ്ടി വരും. എന്തായാലും ഒരല്പം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. തൊലിയോടുകൂടിയാണ്, പക്ഷേ ഉപ്പും കൂടി ചേർത്തു ആ വെള്ളത്തിൽ. എന്നിട്ട് തൊലി മാറ്റിയിട്ടാണ് കഷ്ണങ്ങളാക്കിയത്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയത്, പാകത്തിന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളാക്കാൻ കണക്കായിട്ട്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളുമായി. ഇനി ഒരല്പം കായപ്പൊടി ഇതിൽ ചേർക്കണം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ. നമുക്കിപ്പോൾ 1/4 ടീസ്പൂൺ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഒരല്പം കൂടി ചേർക്കാം. ഇനി വേവിച്ച് കഷ്ണങ്ങളാക്കി ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പൊടിമാസിൻ്റെ മിക്സിങ് പോലെ തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, ഉരുളക്കിഴങ്ങ് പൊടിമാസിൻ്റെ. ഇനി ഇതൊരു തോരനാകണം. അതിനൊരല്പം തേങ്ങയും കൂടി ചേർക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി വെക്കും. അതുകൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിക്കും.
വളരെ ഈസിയാണ്, എന്ത് എളുപ്പം നോക്കൂ. ഇനി ലാസ്റ്റ് ഒരു കാര്യം, കുറച്ച് മല്ലിയില അരിഞ്ഞത്. കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് മല്ലിയില കുറച്ച് വ്യത്യസ്തമായൊരു സ്വാദ് തരും നമ്മുടെ തോരൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, അവസാനം മല്ലിയിലയും ചേർത്ത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു ഉരുളക്കിഴങ്ങ് തോരൻ റെഡിയാക്കി കഴിഞ്ഞു. എന്തായാലും പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടർ